നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ വണ്ടിയുടെ വിശേഷങ്ങളും വണ്ടിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളും വണ്ടിയെക്കുറിച്ചുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെയാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര പോവാം. ഈ വണ്ടി ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ ദിവാലിക്കാണ്. കഴിഞ്ഞ വർഷം ദിവാലി സമയത്താണ് ഞാൻ അലവൈകുണ്ഠപുരമലു പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വണ്ടി ഞാൻ എടുക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ആദ്യം പോയിട്ടുള്ള ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് ഏകദേശം ഡിസംബർ ആ സമയത്ത്, ജനുവരി 12-ാം തീയതിയാണ് വൈകുണ്ഠപുരം റിലീസ് ചെയ്ത്. അതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, ഹൈദരാബാദ് വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ 2 അസിസ്റ്റൻസ് ഉണ്ട്, വിനോദും നൗഫലും. അപ്പോൾ വിനോദേട്ടനൊന്നും ഇന്നേ വരെ ഒരിക്കലും കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല. അവരാണ് എപ്പോഴും എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യാറും ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷെ അവർ കേരളത്തിൻ്റെ പുറത്തേക്ക് ഇത് അധികം പോയിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഫ്ലൈ ചെയ്യാതെ ഞാൻ അവരെയും കൊണ്ട് ഹൈദരാബാദ് ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പോയി. അപ്പം ഞാൻ എൻ്റെ കൂടെ ഓഡിയോ ലോഞ്ച് വൈകുണ്ഠപുരം ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയത് ഇവരെ 2 പേരെയാണ്. നൗഫലിനെയും വിനോദേട്ടനും ഞാനും കൂടിയിട്ട് പട്ടാമ്പി ടു ഹൈദരാബാദ് വണ്ടിയിൽ ഡ്രൈവ് ചെയ്തു. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഡ്രൈവ് ചെയ്തു. സോ ഇറ്റ് വാസ് ലൈക്ക് ഒരു ബാംഗ്ലൂർ വഴിയാണ് ഞങ്ങൾ പോയത്. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവർ ഈ ലോങ് ഡ്രൈവിൻ്റെ ഹാപ്പിനെസ് അവർക്കുണ്ടായിരുന്നു. പിന്നെ അതിന് പുറമെ അല്ലുവിനെ കാണാം, അതേപോലെ ഇത്രയും വലിയൊരു ഓഡിയോ ലോഞ്ചിൻ്റെ ഭാഗമാവാം. പിന്നെ എന്നെ പോലെ തന്നെ അവരും എക്സൈറ്റഡ് ആയിരുന്നു വൈകുണ്ഠപുരം എന്നുള്ള സിനിമ ഞാൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ. അപ്പോൾ അതെല്ലാം കൂടെ ഉള്ളൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ് ഫസ്റ്റ് ഞങ്ങൾ, എനിക്ക് തോന്നി ഈ വണ്ടിയിൽ പോകുന്നൊരു പ്രോപ്പർ ഇത്രയും ഏറ്റവും ലോങ്ങസ്റ്റ് ജേർണി എന്ന് പറയുന്നത് ഹൈദരാബാദിലേക്കുള്ളായിരുന്നു. പൊതുവെ എനിക്ക് കസിൻസ് ഉണ്ട്, ട്വിൻസാണ്, ആനന്ദ് അരവിന്ദ് എന്ന് പറഞ്ഞിട്ട്. അവർ കാറിൽ ക്രേസിയാണ്, കാർ ബഫ്സാണ്. അവരാണ് കാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും, ഏത് വണ്ടി എടുക്കണം, ഓപ്ഷൻസ് പറഞ്ഞു തരുന്നതും, മെയിൻ്റെനൻസിനെ കുറിച്ചും. അവർ അത്രയും ഭംഗിയായിട്ട് അവരുടെ വണ്ടി നോക്കുന്നതാണ്. ഞാനൊരു കാർ ബഫ് അല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ മെയിൻ്റെനൻസിൽ കുറച്ച് കുറവാണ്. എൻ്റെ വണ്ടി സത്യം പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വണ്ടി പിന്നെയും ശ്രദ്ധിക്കുന്നത് നൗഫലാണ് എപ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യാറ്, അല്ലെങ്കിൽ വിനോദേട്ടനാണ്. അപ്പോൾ അവരാണ് വണ്ടി നോക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വണ്ടിയുടെ ഏറ്റവും വലിയ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും എനിക്ക് യാത്രയാണ്. യൂട്യൂബ് വ്ളോഗിങ് കൂടി തുടങ്ങിയതിന് ശേഷം ഏത് നേരം വണ്ടിയിലാണ്. അപ്പോൾ എപ്പോഴും വണ്ടിയിൽ സാധനങ്ങളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇൻ്റർവ്യൂവിന് തന്നെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ വണ്ടി നോക്കിയപ്പോൾ ഇതിനകത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം പെറുക്കി കൂട്ടി ഡിക്കിയിലിടുന്ന അവസ്ഥയായിരുന്നു. കാരണം ഒരു സ്റ്റുഡിയോ പോലെയായിരുന്നു. ഇതിനകത്ത് എൻ്റെ വ്ളോഗിങ് ക്യാമറാസ്, എൻ്റെ ട്രൈപോഡ്, മറ്റേ ഗോപ്രോ, ഓസ്മോ, ഹെലിക്യാം മുതൽ എല്ലാ സാധനങ്ങളും സീറ്റിലൊക്കെ ആയിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗിങ് കഴിഞ്ഞ് വന്നൊരവസ്ഥയും കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറ്. പിന്നെ എനിക്ക് തിരക്ക് കാരണം വണ്ടി കഴുകാനും അവസ്ഥ കിട്ടിയില്ല. ഇങ്ങനെ വണ്ടിയുടെ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി കഴുകിയിട്ട് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ചാൽ. നമ്മൾ പൊതുവെ ഒരാൾ വീട്ടിൽ വരുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ വീട് അങ്ങനെ പടപടയെന്ന് വൃത്തിയാക്കില്ലേ, അതുപോലും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടിൽ വണ്ടി കഴുകാം. അപ്പോൾ ഇവിടെ 24 hours ഒരു സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് കഴുകട്ടെ, എന്നിട്ട് വണ്ടി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സർവീസ് സെൻറ്ററിൽ കയറാം. പിന്നെ ഈ വണ്ടിയിലെ ജേർണി എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നത്, ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് 1 കൊല്ലമായി, 30,000 kilometers ആയി. 6 months ലോക്ക്ഡൗൺ ഉണ്ടായിട്ട് പോലും
12 മാസത്തിൻ്റെ ഉള്ളിൽ 30,000 കിലോമീറ്റർ കവർ ചെയ്തു എന്ന് പറഞ്ഞു. കാരണം 5 മാസത്തോളം വണ്ടി വീട്ടിൽ പുറത്തിറങ്ങാതെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം 7 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ 30,000 കിലോമീറ്റർ ഈ വണ്ടിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നല്ല ഓട്ടം ഉണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ഓട്ടം മൊത്തം നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള ഓട്ടം കേട്ടോ. യൂട്യൂബ് ചാനൽ എൻ്റെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, അതിൽ ഉണ്ണിമൂന്നിന് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഈ വണ്ടിയിലാണ്. അനു സിത്താരയുടെ വീട്ടിൽ ബിരിയാണി കഴിക്കാൻ പോയത് ഈ വണ്ടിയിലാണ്, 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തുകൊണ്ട്. പിന്നെ സംഭവബഹുലമായിട്ടുള്ള എൻ്റെ യൂട്യൂബിലെ കണ്ടന്റാണ് ക്ഷണിക്കാത്ത സത്യം. ഞങ്ങൾ DPയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ഞാനും ജീവി അപർണയും കൂടിയിട്ട് വാഗമണിൽ പോയത്, അതും ഈ വണ്ടിയിലാണ്. ഇപ്പോൾ പലപ്പോഴും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ വണ്ടി യൂട്യൂബ് ചാനലിൽ ഒരു താരമാണ്. എന്നെക്കാട്ടിലും കൂടുതൽ വണ്ടിയാണുള്ളതുകൊണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ പലപ്പോഴും വണ്ടി കണ്ടിട്ട് ആൾക്കാർ എന്നെ കണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും വണ്ടി കണ്ടിട്ട് ജീപ്പിയുടെ വണ്ടിയാണോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ഈ വണ്ടിയിൽ. ഞാനൊരു ദിവസം ഒരു തട്ടുകടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട്, എൻ്റെ ക്യാമറാമാൻ സൂരജ് ജപ്പൂസും അതേപോലെ നൗഫലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നൗഫലിനെയും സൂരജ് ജപ്പൂസിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ചോദിച്ചു, നൗഫലല്ലേ സൂരജ് ജപ്പൂസ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി, അതേ എങ്ങനെ അറിയാം? അപ്പോൾ പറഞ്ഞു, GP ചേട്ടൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഈ വണ്ടി അത് സ്ഥിരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ രണ്ടുപേരും വ്ളോഗിൽ കണ്ടിട്ട് വണ്ടിയും കണ്ടിട്ടുണ്ട്, അങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചിരിച്ചു. എൻ്റെ അടുത്താണ് അവർ വന്ന് ഞാൻ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് അവരൊരു ഹലോ പറഞ്ഞു. അപ്പോൾ ഞാനും ഹലോ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, നൗഫലിനെയും സൂരജ് ജപ്പൂസിനെയും കണ്ട എക്സൈറ്റ്മെൻറ്റ് അവർ കാണിക്കുന്നില്ല എന്നെ കാണുമ്പോഴേ. അപ്പോൾ എനിക്കിത് സംഭവം മനസ്സിലാവുന്നില്ല. എന്നിട്ട് അവർ ചോദിച്ചു, GP ചേട്ടൻ ഇപ്പോൾ എവിടെയാ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ. അല്ല, GP ചേട്ടൻ? ഞാൻ പറഞ്ഞു, ഞാൻ GP ആണ്. നിങ്ങൾ GPയുടെ അനിയനല്ലേ? അപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചപ്പോൾ അവർ പറയാ, അവർ കണ്ടപ്പോൾ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും വളരെ മെലിഞ്ഞിട്ടാത്ര ഞാൻ. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ GPയുടെ അനിയനാന്ന്. അപ്പോൾ വണ്ടി കണ്ടിട്ട് അവർക്ക് നൗഫലി സൂരജ് ജപ്പൂസിനെ മനസ്സിലായി, എന്നെ കണ്ടിട്ട് അവർക്ക് തിരിച്ചറിഞ്ഞില്ല. കാരണം സ്ക്രീനിൽ കാണുന്നതിനേക്കാളും മെലിഞ്ഞിട്ടാണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പറയും, എന്നേക്കാൾ കൂടുതൽ വണ്ടീനെയാണ് തിരിച്ചറിയാറുള്ളത്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മറീസ് വൈകുണ്ഠപുരം മുതൽ. എനിക്ക് തോന്നുന്നു വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇറങ്ങുന്ന പടം അല വൈകുണ്ഠപുരമലുമാണ്. ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഞാൻ വണ്ടി തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ 1 lakh ഫോളോവേഴ്സൊക്കെ കഴിഞ്ഞു. സോ എൻ്റെ ഒരുപാട് ഹാപ്പിനെസ് ഈ വണ്ടിയുടെ അകത്താണ് സംഭവിക്കുന്നത്. ഞാനൊരു ഭയങ്കര കാർ ക്രേസി ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ന കാർ ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാറ് വേണം എന്നുള്ളത് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. സോ ഒരു ഡ്രീം കാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയില്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒരുപാട് കാർ ക്രേസി ആയിട്ടുള്ള ഒരാളല്ലാത്തതുകൊണ്ട് തന്നെ കാറുകളെ കുറിച്ചുള്ള ജ്ഞാനം കുറവാണ്. ഈ വണ്ടി തന്നെ ഞാൻ എടുക്കാനുള്ള കാരണം, ഇപ്പോൾ എനിക്ക് ഈ വണ്ടിക്ക് ഒരു BMW X1 വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് അത് എടുക്കാതിരുന്നിട്ട് ഈ കൊടിയാക്ക് എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും ഇരട്ടി ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ ബ്രാൻഡ് കോൺഷ്യസ് ആയിരുന്നില്ല. BMWയുടെ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 3 സീരീസോ അല്ലെങ്കിൽ ഒരു 5 സീരീസോ അങ്ങനെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊരു 3 സീരീസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു X1 അഫോർഡ് ചെയ്യാൻ പറ്റും BMWയുടെ. പക്ഷേ X1ൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ ഒരു Q5 കിട്ടുന്ന Q5 ഒരു 10-85 ലക്ഷം അല്ലെങ്കിൽ 1 കോടി രൂപ വണ്ടിയിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് 10-45 ലക്ഷം രൂപയുടെ വണ്ടിയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഗുണമുള്ള കാര്യമാണല്ലോ. സോ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു വണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിനകത്ത് പാനറോമിക് സൺറൂഫ് ആണെങ്കിലും 360 ഡിഗ്രി ക്യാമറയാണെങ്കിലും വെർച്വൽ കോക്ക്പിറ്റ്, ഇപ്പം ഇതിനകത്ത് തന്നെ എനിക്ക് എൻ്റെ മാപ്സ് കിട്ടും, മറ്റു കാര്യങ്ങൾ കിട്ടും. അങ്ങനെ പിന്നെ ഡ്രൈവബിലിറ്റി ആണെങ്കിലും അതെ, എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് ഞാൻ. കാരണം DSG ഗിയർ ബോക്സ് ആണ്. ഇത് ഓടിച്ച് കിട്ടുന്ന സുഖം, ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം കിട്ടണമെങ്കിൽ പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു വലിയ പ്രീമിയം ലെവലിലേക്കുള്ള സംഭവത്തിലേക്ക് പോകണം. തൽക്കാലം അതെൻ്റെ ബഡ്ജറ്റിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വണ്ടി ചൂസ് ചെയ്യുന്നത്. ഞാൻ കൊടിയാക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് കൊടിയാക്ക് വാങ്ങിയതല്ല.
എനിക്ക് ആ സമയത്ത് ഒരു SUV വേണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്ത വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ റോഡുകളുടെ അവസ്ഥയും അടിതട്ടലും എല്ലാം കൂടി ആയപ്പോൾ ഞാനൊരു ഇമ്പോർട്ടഡ് സിവിക് ആയിരുന്നു ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്നു. അത് മറ്റേ ഇതന്നെയായിരുന്നു, മറ്റേ ബാറ്ററി ആയിട്ടുള്ള സിവിക്കും കൂടിയായിരുന്നു. അപ്പോൾ ഹൈബ്രിഡ് ആയിരുന്നു. സിവിക് ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നത് എന്താ വെച്ചാൽ, ഞാൻ എവിടെ പോയാലും വണ്ടി അടിതട്ടും. ഞങ്ങൾ തമാശയ്ക്ക് പറയും എല്ലാ ഹമ്പുകളെയും തൊട്ട് നമസ്കരിച്ചിട്ടാണ് ആ വണ്ടി പോകുക എന്നുള്ളത്. ഭയങ്കര ബഹുമാനമുള്ള കാറാന്ന് പറയും. കാരണം ഓരോ ഹമ്പ് കയറുമ്പോഴും ഹൃദയം പൊട്ടും. അങ്ങനെയായിരുന്നു സിവിക്കിൽ പോകുമ്പോൾ. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടിയായിരുന്നു. സോ നെക്സ്റ്റ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി വേണം എന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. മീൻസ് SUV എടുക്കാമെന്ന് വിചാരിച്ചു. ഫോർച്യൂണറും ഞാൻ ഫോക്സ് വാഗൻ്റെ വണ്ടി യൂസ് ചെയ്തിരുന്നു. ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് കാർ വെൻറ്റോ ആണ്. അപ്പോൾ വെൻറ്റോ യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് വേറൊരു വണ്ടി ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിലും DSG ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടികൾ ഓടിക്കുമ്പോൾ ആ സുഖം വേറെ ഒന്നിനും തോന്നുന്നില്ല. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് കാറുകളുടെ ഫാനാണ്. എനിക്ക് ഓട്ടോമാറ്റിക്കേ പറ്റുള്ളൂ. മറ്റേത് എനിക്ക് മടിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഗിയർ മാറ്റി വണ്ടി ഓടിക്കാൻ മടിയാണ്. കാരണം ഓട്ടോമാറ്റിക് യൂസ്ഡ് ആയി. ഫസ്റ്റ് വണ്ടിയെ ഓട്ടോമാറ്റിക് ആയിരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ച ഈ സെഗ്മെന്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് കൂടുകയാണെങ്കിൽ തന്നെയും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് കൊഡിയാക്കിലേക്ക് ഞാൻ എത്തുന്നത് അങ്ങനെയാണ്. കൊഡിയാക്ക് എടുക്കാം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഓടിച്ച വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വണ്ടിയാണ്. എൻ്റെ കംഫർട്ട് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരിക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രീം കാർ എന്നുള്ളതിനേക്കാൾ ആ സമയത്ത് എനിക്ക് ഏതാണോ കാറ് രസകരമായി തോന്നുന്നത്, ഞാനിത് അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് എൻ്റെ ബഡ്ജറ്റിനും എൻ്റെ മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് അത് മാച്ച് ചെയ്യുന്ന എന്താണോ അതിനനുസരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ തന്നെ തമിഴ് സിനിമ ചെയ്യുമ്പോൾ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്തു, ചെന്നൈയിൽ വളരെ രസകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തു, ഹൈദരാബാദ് തന്നെ ഈ വൈകുണ്ഠപുരം അല്ലു അർജുൻ സിനിമയാണെങ്കിലും അതെ, നമ്മൾ വിശാഖപട്ടണം ഷൂട്ട് ചെയ്തു, കാക്കിനാട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഞാൻ കാക്കിനാട എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകാൻ സാധ്യത ഉണ്ട് തന്നെ. ഇപ്പോൾ കാക്കിനാടയിലും ഹൈദരാബാദിലൊക്കെ. അപ്പോൾ എപ്പോഴും ഒരുപാട് യാത്രകൾക്ക് പോസിബിലിറ്റി തരികയാണ് ശരിക്കും നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ. എനിക്കാണെങ്കിൽ യാത്ര ഒരുപാട് ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യാനും ഇഷ്ടമാണ്, ഡ്രൈവർ സീറ്റിലിരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ എനിക്കുണ്ടാകുന്ന ഭാഗ്യങ്ങൾ എന്താ വെച്ചാൽ, പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ചില സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ അങ്ങനെയും പോകാൻ ഭാഗ്യം ഉണ്ടായിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും മനോഹരമായിട്ടുള്ള അങ്ങനത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഓർഡിനറി എന്നുള്ള സിനിമ നമ്മുടെ ഡയറക്ടർ സുഗീതേട്ടൻ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ സെറ്റിലേക്ക് പോയിരുന്നു. സുഗീതേട്ടനെ എനിക്കറിയാം, ഡാഡി കൂൾ ചെയ്യുമ്പോൾ സുഗീതേട്ടൻ പുതിയ സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആഷിഖ് അബുവും സുഗീതേട്ടനും അവരെല്ലാവരും കമൽ സാറിൻ്റെ അസോസിയേറ്റ്സ് ആയിരുന്നല്ലോ. അപ്പോൾ ആഷിഖയുടെ ഷൂട്ട് ഡാഡി കൂൾ ചെയ്യുമ്പോൾ സുഗീതേട്ടൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അങ്ങനെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഓർഡിനറി എന്നുള്ള സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് സുഗീതേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗവി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അതിൻ്റെ ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിലേക്ക് ഞാൻ പോയത് ഞാനും ബിജുവേട്ടനും കൂടിയിട്ടാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ബിജുവേട്ടൻ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ബിജുവേട്ടനും കൂടിയിട്ട് തൃശ്ശൂർ ഭാഗത്തുനിന്നോട്ടാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. ഞാൻ പട്ടാമ്പിയാണ്, ബിജുവേട്ടൻ തൃശ്ശൂരാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഗവിയിലേക്കൊരു യാത്ര ഉണ്ടായിരുന്നു. ഗംഭീര യാത്രയായിരുന്നു. ആ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത് ഗവിയിലേക്കുള്ള യാത്ര തന്നെ നല്ല സുഖമുള്ള സംഭവമാണ്. അതിന് പുറമെ ഏറ്റവും മനോഹരമായിട്ടുള്ളത്, ബിജുവേട്ടനാണെങ്കിലും വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ തമാശകളും യാത്രക്കിടയിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. പലപ്പോഴും യാത്രയുടെ ഭംഗി അതാണ്. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ്റെ അതേപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, അവരുടെ സ്പിരിറ്റ്, അവരുടെ എനർജി. അത് ആ യാത്രയുടെ സ്വഭാവം തന്നെ മാറ്റിമറിക്കും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടി ഫോക്സ് വാഗൻ്റെ വെൻറ്റോ എന്നുള്ള കാറാണ്. വെൻറ്റോ ഓട്ടോമാറ്റിക് ആയിരുന്നു, മറ്റേ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് ഞാൻ എടുക്കുന്നത്. അത് D4 സീസൺ 2 ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ വണ്ടി എടുക്കുന്നത്.
ആ വണ്ടി എടുക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്ന എനിക്ക് കാര്യമായിട്ട് റവന്യൂ ലൈഫിൽ വന്നു തുടങ്ങുന്ന ഡിഫോ ഡാൻസ് സമയത്ത്. അതിന് മുമ്പ് ഒരു 3-4 സിനിമകൾ ചെയ്തിരുന്നെങ്കിലും കാര്യമായിട്ട് ലൈഫിൽ സെറ്റിലായി എന്ന് തോന്നി തുടങ്ങുന്ന ഡിഫോ ഡാൻസ് ചെയ്ത് കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ്. പിന്നെയാണ് സ്റ്റഡി ഇൻകം വളരെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പം ആ സമയത്ത് വണ്ടി എടുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ഡിഫോ ഡാൻസിൻ്റെ സമയത്ത് എനിക്ക് ഒരുപാട് ഇനോഗ്രേഷൻസ് വന്നിരുന്നു. കോളേജ് ഇനോഗ്രേഷൻസും ഷോപ്പുകളുടെ ഇനോഗ്രേഷൻസൊക്കെ. അപ്പോഴാണ് ലൈഫിൽ ആദ്യമായിട്ട് ഇനോഗ്രേഷൻസ് വന്നു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയി എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങുന്ന, ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നൊക്കെ ആ സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വണ്ടി വെൻറ്റോ ആയിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് ആ വണ്ടി വാങ്ങിയിട്ട് പോകുന്നതും ഡിഫോ ഡാൻസിൻ്റെ ഷൂട്ടിനായിരുന്നു. കാരണം ആ ഫ്ലോറിൽ നിന്നാണ് എനിക്ക് ആ വണ്ടി വാങ്ങാനുള്ളൊരു ഫിനാൻഷ്യൽ അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ യാത്രയും എനിക്ക് മീൻസ് വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത്, മീൻസ് അമ്പലത്തിൽ പോയി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതല്ലാതെ ആദ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുന്നത് ഞാൻ ഡിഫോ ഡാൻസിൻ്റെ വേദിയിലേക്ക് തന്നെയായിരുന്നു ആ വണ്ടി ഓടിച്ച് പോയതും. അവിടെ പേളിയും ബാക്കി എല്ലാവരും അടക്കം മാസ്റ്റർ എല്ലാവരും ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് അതിനെ സ്വീകരിച്ചത്. കാരണം നീ ഇവിടെ നിന്ന് സ്റ്റാറായി മറ്റേ ഇനോഗ്രേഷൻസ് ഒക്കെ ചെയ്തൊരു വണ്ടി വാങ്ങിയല്ലടാ എന്ന് എനിക്കിപ്പോഴും മാസ്റ്റർ ചോദിച്ചത് ഓർമ്മയുണ്ട്. ഭയങ്കര വാത്സല്യത്തോട് കൂടിയിട്ടുള്ളൊരു വാംത്ത് ഫീൽ ചെയ്തൊരു സമയം കൂടിയായിരുന്നു അത്. നിർമ്മാണ എന്ന മ്യൂസിക് വീഡിയോ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ചെയ്യുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഈ വൈകുണ്ഠപുരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഹൈദരാബാദിൽ 2-3 പ്രൊജക്ട്സൊക്കെ കമ്മിറ്റ് ചെയ്ത് അവിടെയാവും എന്ന് വിചാരിക്കുന്ന സമയത്താണ് പട്ടാമ്പിയിൽ 5 മാസം വീട്ടിലിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഒരു സ്കിൽസൊക്കെ വീണ്ടും ഒന്ന് ബെറ്റർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടപ്പോൾ മ്യൂസിക്കൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിമിത്തം പോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സുദീപ് ബ്രോ ഒരു പ്രൊഡ്യൂസറുടെ നമ്പർ ചോദിച്ച് വിളിക്കുന്നതും. എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സാധകം ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞാണെങ്കിലും അദ്ദേഹം പറഞ്ഞു നീ പാടുമോ എന്നൊക്കെ ചോദിച്ചു. നമുക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഒരു കോൺവെർസേഷൻ നേരെ പാട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. അദ്ദേഹം എനിക്കൊരു പാട്ട് ട്രാക്ക് ഉണ്ടാക്കിയിട്ട് അയച്ചു തന്നു. ഞാൻ ഏകദേശം 2 ആഴ്ചയോളം അത് പ്രാക്ടീസ് ചെയ്തു. ആദ്യം അയച്ചു തന്നപ്പോൾ നല്ല ഹൈപ്പിച്ചായിരുന്നു, എനിക്ക് പാടാൻ പറ്റാത്ത ഹൈപ്പിച്ചായിരുന്നു. പക്ഷേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ 2 ആഴ്ച കുത്തിപ്പിടിച്ചിരുന്ന് തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് ആ പിച്ച് അറ്റൈൻ ചെയ്യാൻ പറ്റി. എനിക്ക് പണ്ട് ആ ഹൈപ്പിച്ച് പറ്റുമായിരുന്നു, പിന്നെ പാടാതെ വിടാതെ ശബ്ദം അടഞ്ഞു പോയ അവസ്ഥയായിരുന്നു. പക്ഷെ 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തപ്പോൾ വീണ്ടും അതിലേക്ക് ഏറെക്കുറെ എത്താൻ സാധിച്ചു. അങ്ങനെ പാട്ട് പാടി. അങ്ങനെയാണ് നിർമ്മാണം സംഭവിക്കുന്നത്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർമ്മാണ വേണമെങ്കിൽ ഒരു സോങ് ലിറിക്കൽ വീഡിയോ അല്ലെങ്കിൽ മറ്റേ സോങ് ബൂത്തിൽ പാടുന്ന പോലെ വിഷ്വൽ ഇറക്കായിരുന്നു. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ മെസ്സേജ് ഇത് കാണുന്ന വ്യൂവേഴ്സിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ തീം കൊണ്ടുവന്നിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലകപ്പെട്ട ഒരു ഫീലാണ്. പക്ഷേ നമ്മൾ കാടിനകത്ത് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യും. കാടിലെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കാടുമായി നമ്മൾ പരിചിതമാവുന്നു. എന്നിട്ട് ഒരു പ്യൂപ്പദശയിലുള്ള നമ്മൾ ഒരു വർണ്ണശലഭമായി ലോക്ക്ഡൗൺ കഴിഞ്ഞ് പുറത്ത് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളൊരു തീം നമ്മൾ വെക്കുന്നതും. നിർമ്മാണ എന്ന് പറഞ്ഞാൽ തന്നെ ബിൽഡിംഗ് അവസെൽസ്, നിർമ്മിക്കുക, ലെറ്റസ് റീബിൽഡ് അവസെൽസ് എന്നുള്ളതാണ് നിർമ്മാണ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. നിർമ്മാണ മ്യൂസിക് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് റിലീസ് ചെയ്തിട്ടുണ്ട്, കാണാവുന്നതാണ്.